ഇതെവിടെയായിരുന്നു സ്ഥലം? ചേർത്തല വെട്ടിക്കൽ. നല്ല കോലല്ലേ. ഇവരുടെ വസ്തുവാണ് കേട്ടോ ഇത്. ഇവരുടെ വസ്തുവിലുള്ളതാണ് ഈ പറമ്പും ഈ മീൻകുളവും എല്ലാം. ഞങ്ങൾ ഇന്നലെ നൈറ്റ് വന്നിട്ട് കുറച്ച് നേരം ഒന്ന് വീഡിയോ എടുക്കുകയും നോക്കിയൊക്കെ ചെയ്ത് കുറച്ച് മീൻ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രാത്രി അവിടെ എത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, നല്ല നിലാവൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്ന് പാടത്തോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് വാഴയ്ക്കൊക്കെ ചേട്ടൻ വെള്ളം ഒഴിക്കുകയും ചെയ്തു. ഞങ്ങളിങ്ങനെ അവിടെ കറങ്ങിത്തിരിഞ്ഞൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ആ കാണുന്നതാണ് കമ്പവല വച്ചേക്കുന്ന സ്ഥലം. അവിടോട്ട് ഞങ്ങളിപ്പോൾ പോകും. ചേട്ടൻ പിന്നെ പോയിട്ട് കുറച്ച് മീനൊക്കെ ഒന്ന് പിടിച്ച് കാണിച്ച് തന്നായിരുന്നു. രാത്രി ഞങ്ങളൊരു 2 തവണ മീൻ വലയിട്ടിട്ട് അവിടെ നിന്നായിരുന്നു. അപ്പോൾ കുറേശ്ശെ മീനേ കിട്ടിയുള്ളായിരുന്നു. അവിടെ നിന്നായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഞങ്ങളത് രാവിലത്തേക്ക് മാറ്റിയിട്ട് ഞാനവിടെ കയറാനുള്ളൊരു ശ്രമമൊക്കെ നടത്തി കമ്പവലയിൽ. പക്ഷേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഭയങ്കര ചെറിയ സ്പേസ് ആയിരുന്നു. കയറി എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കയറി കഴിഞ്ഞാൽ എന്തായാലും അവിടെ തെന്നിടിച്ച് വീഴും. അവർക്ക് ഉണ്ടാക്കിയെടുത്ത മനുഷ്യനിർമ്മിത ടാങ്കുകളുണ്ടായിരിക്കും. കെട്ടുള്ളവരും ഉണ്ടാകും, ടാങ്കുകളിലിട്ട് വളർത്തുന്ന ആൾക്കാരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ വരാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര വെയിലായിരുന്നു. അപ്പം നമ്മളത് വെയിൽ താന്നിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്ന അവിടെ അച്ഛനാണ്. അച്ഛൻ വല വലിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത്. ഭയങ്കര വെയിലായിരുന്നു, ഒരു രക്ഷയില്ല വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ സന്ധ്യയായപ്പോൾ നല്ല രസമില്ലേ ബാക്ക്ഗ്രൗണ്ട്, ഇറങ്ങിയതാണ്. ഇതിന്റെ അപ്പുറത്ത് ഒരു പാടുണ്ട്, അതിന്റെ അപ്പുറത്ത് വേറൊരു പാടുണ്ട്. അതൊക്കെ റോഡിൽ കൂടി വരുമ്പോ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ അകത്ത് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. വളർത്താനിട്ടേക്കുമല്ലേ ഇവിടെ? അതവിടെ വല വലിച്ചിട്ട് കുഞ്ഞിനെ കിട്ടുമ്പോ കൊണ്ടുവന്ന് ഇതിനകത്തിടും. ഓ അവിടുന്ന് വല വലിച്ചിട്ട് കുഞ്ഞിനെ അതിനകത്തിട്ട് വളർത്തും. ഓക്കെ ഓക്കെ. ഇതും അങ്ങ് പകുതി വരെ അല്ലായിരുന്നോ? അവിടെ പകുതി വരെ കണ്ടല്ലേ ഉള്ളത്? ഫുള്ളൊരു പാടമായിരുന്നു. അതിങ്ങനെ എടുത്ത് ഇവിടെ വെച്ച് ശരിയായി ഇങ്ങനെ ചേച്ചി പറഞ്ഞായിരുന്നു. ഇത് ഇതിനെ രണ്ടാക്കിയത്. ഇതിനകത്ത് മീൻ വളർത്താൻ, ഇതിനകത്ത് മീൻ എവിടെ വേണേലും പോകും. ഇത് അങ്ങ് നീണ്ട്, അത് വേറെ അവരുടെ വസ്തു അല്ലേ? ഓ ഇത് വലുതാ, ഇതിന്റെ പകുതിയാണ് നിങ്ങൾക്കുള്ളത്. മറ്റേത് വേറെ ആൾക്കാരുടെ. ആ ഒരു കാട് പോലെ കാണുന്നതാണ്. അതിന്റെ അപ്പുറത്ത് വലിയ പടം, അവിടെ നിറച്ച് ആമ്പൽപ്പൂവൊക്കെ ഉണ്ട്, നിറച്ചുണ്ട്. ഇവിടെ വെള്ളം ഇല്ലാത്തപ്പോ ഇവിടെ മൊത്തം ഇങ്ങനെ ഉണങ്ങും. നമുക്ക് ഇവിടെ ഓടി കളിക്കാം. അവിടെയാണ്. അതിന്റെ പേരെന്തുവായിരുന്നു മോളെ? ഇതോ കമ്പവല. കമ്പവല ഇത് ഇവരുടെയാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് വന്നത്. ഇവിടെയായിരുന്നു ഇന്നലെ നൈറ്റ് വന്നത്. ഇവിടെ നിന്ന് ഇതിലായിരുന്നു വലിയ മീൻ ഇട്ടത്. ഇതിൽ വലുത്, ഇതിൽ കുഞ്ഞു മീൻ. ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറേ മീൻ കിട്ടും അല്ലേ? ഇന്നലെ അത് പറയുന്ന കേട്ടോ, രാത്രിയൊക്കെ നിൽക്കുവാണെങ്കിൽ എടുക്കാൻ പറ്റില്ലല്ലേ? കേട്ടോ. വല നോക്കുമ്പോൾ അതിനകത്തുള്ള മീനുകളെല്ലാം വരും അല്ലേ? ഈ വല പൊക്കുമ്പോൾ അതിനകത്തെല്ലാം മേളി വന്ന് ഒരുപാട് മീനുണ്ടായിരിക്കും അല്ലേ? തീരെ കുഞ്ഞിനെ കളയും. ഇവിടെ കണ്ട ആമ്പല് ആമ്പല് ഇഷ്ടം പോലെ നിൽക്കണം. പക്ഷെ നല്ലോണം ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ? അയ്യോ കുരുങ്ങി കിടക്കുന്നു. അതെ 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 മേളിൽ ഇതോ കുരുങ്ങി കിടക്കുന്നു. അതിനെങ്ങനെ വരും? ഓക്കെ ഓക്കെ. ഇതെല്ലാം കുഞ്ഞല്ലേ? ചാടി പോകാൻ നോക്കുന്നു. ഹലോ. അയ്യോ ഞാൻ രാവിലെ രണ്ട് ദിവസവും ഞാൻ വീഡിയോ എടുത്തത് നൈറ്റായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വെയിലാണ്, ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല.
അപ്പോൾ പിന്നെ ഞാൻ രാവിലെ ഇറങ്ങിയിട്ടും അത്യാവശ്യം വെയിലുണ്ട്. കുറച്ച് വീഡിയോസ് രാവിലെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. നല്ല രസമുണ്ട്. ഇപ്പോൾ വെയിലിച്ചിരി കൂടി കേട്ടോ. ഞാൻ കുറച്ച് നേരമായി ഇറങ്ങിയിട്ട്. നല്ല രസമുണ്ട്. ഇവിടെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ തണലത്തിരിക്കാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് വള്ളത്തിൽ കയറണമെന്നുണ്ടായിരുന്നു. ഇവിടുത്തെ അച്ഛൻ പുറത്ത് പോയേക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് കയറായിരുന്നു. ഹായ്, അതാരാ വരുന്നത്? ഒരാൾ നടന്നു വരുന്നത്. താല്പര്യകക്ഷിയല്ലെന്ന് തോന്നുന്നു. എന്താ പറ്റി? കടിക്കോ? ഇല്ലല്ല, കുഴപ്പമില്ല. പോന്നോ? എടാ പോന്നോ? ഹലോ. ഓ, യൂട്യൂബ് ചാനലിലൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ്. അപ്പോൾ ശരി, തരാം. ഞാനിനി വീട്ടിലോട്ട് പോട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ. ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ.